നമസ്കാരം. ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പരാതിക്കാരിയായ സ്ത്രീ പറയുന്നതെല്ലാം സുവിശേഷ സത്യമാണ് എന്ന അനുമാനത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്ന് കേരള ഹൈക്കോടതി. കാരണം ഇക്കാലത്ത് നിരപരാധികളെ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുവാനുള്ള പ്രവണതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുൻ വനിതാ ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റാരോപിതനായ ഒരാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണങ്ങൾ. ശരിയായി ജോലി ചെയ്യാത്തതിന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനു ശേഷം സ്ത്രീ തന്നെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പ്രതിയുടെ പ്രാഥമിക പരാതി പോലീസ് അന്വേഷിച്ചില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ക്രിമിനൽ കേസ് അന്വേഷണം എന്നാൽ പരാതിക്കാരന്റെയും പ്രതിയുടെയും കേസ് അന്വേഷിക്കുക എന്നാണെന്ന് കോടതി പറഞ്ഞു. പരാതിക്കാരി മാത്രം ഉന്നയിച്ച കേസിൽ ഏകപക്ഷീയമായ അന്വേഷണം സാധ്യമല്ല. പരാതിക്കാരി ഒരു സ്ത്രീ ആയതിനാൽ എല്ലാ കേസുകളിലും അവളുടെ മൊഴികൾ സുവിശേഷ സത്യമാണെന്ന് ഒരു അനുമാനവുമില്ല. കൂടാതെ പ്രതിയുടെ കേസ് പരിഗണിക്കാതെ തന്നെ പോലീസിന് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാം. ഇക്കാലത്ത് ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങളുള്ള ക്രിമിനൽ കേസുകളിൽ നിരപരാധികളെ ഉൾപ്പെടുത്തുന്ന പ്രവണതയുണ്ട്. ഫെബ്രുവരി 24 ഉത്തരവിൽ കോടതി പറഞ്ഞു, പുരുഷന്മാർക്കെതിരായ സ്ത്രീകളുടെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തിയാൽ നിയമം അനുവദിക്കുന്നത് പോലെ പരാതിക്കാർക്കെതിരെയും അവർക്ക് നടപടിയെടുക്കുവാൻ കഴിയും എന്ന് കോടതി പറഞ്ഞു. തെറ്റായ സൂചനകൾ നൽകി ഒരു പൗരന് ഉണ്ടാകുന്ന നഷ്ടം പണം നൽകി മാത്രം നികത്താൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ഒരൊറ്റ വ്യാജ പരാതി കൊണ്ട് അയാളുടെ സത്യസന്ധത, സമൂഹത്തിലെ സ്ഥാനം, പ്രശസ്തി മുതലായവ നശിപ്പിക്കപ്പെട്ടേക്കാം. ക്രിമിനൽ കേസുകളിൽ അന്വേഷണ ഘട്ടത്തിൽ തന്നെ സത്യം കണ്ടെത്താൻ പോലീസ് അധികാരികൾ ജാഗ്രത പാലിക്കുകയും വേണം. അതിനാൽ ക്രിമിനൽ കേസുകളിൽ അന്തിമ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് ധാന്യങ്ങളിൽ നിന്നും പതിരുകൾ വേർതിരിക്കേണ്ടത് പോലീസിന്റെ കടമയാണ് എന്നതിൽ പറയുന്നു. ഈ കേസിൽ താൻ ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ മാനേജറായിരുന്ന പ്രതി ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ കൈകൾ പിടിച്ചു എന്നാണ് സ്ത്രീ ആരോപിച്ചത്. മറുവശത്ത് കോടതി ഉത്തരവ് പ്രകാരം പ്രതി സ്ത്രീയുടെ വാക്കാലുള്ള അധിക്ഷേപത്തെയും ഭീഷണികളെയും കുറിച്ച് പോലീസിൽ പരാതിപ്പെടുകയും അവർ പറഞ്ഞതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് അടങ്ങിയ പെൻഡ്രൈവ് നൽകുകയും ചെയ്തു. പ്രതിയുടെ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ട ഉചിതമായ കേസാണിതെന്ന് കോടതി പറഞ്ഞു. പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കാൻ കോടതി പ്രതിയോട് നിർദ്ദേശിക്കുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനോട് ഉത്തരവിടുകയും ചെയ്തു. പരാതിക്കാരി ഹർജിക്കാരനെതിരെ തെറ്റായ കേസ് സമർപ്പിച്ചതായി കണ്ടെത്തിയാൽ നിയമപ്രകാരം ഉചിതമായ നടപടി സ്വീകരിക്കണം, കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.